ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോസിൽ നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽസ് ഡിസ്കസ് ചെയ്യാറുണ്ട് ഫോർ ലേണിംഗ് പർപ്പസ്. ഓക്കെ, സോ നമ്മുടെ ഇന്നും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ലല്ലോ മാർക്കറ്റിൽ. ഞാൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ആയതല്ലേ. സോ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ അതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുന്നവരെ നമുക്ക് ഒന്നും നടക്കത്തില്ല. ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇന്നലെ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. അതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഫോം ആയത് ഇന്നലെയും. അപ്പോൾ ഇന്നും അതിൻ്റെ ഇടയിൽ അത് ബ്രേക്ക് ടച്ച് ചെയ്തിട്ടില്ല ശരിക്കും ഇന്ന്. അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി. പക്ഷേ ഇനി പറയാനുള്ളത് മെയിനായിട്ട് എനിക്ക് നമ്മുടെ ട്രയാങ്കിൾ ഇവിടെ 1 സെക്കൻഡ് ഞാൻ ട്രയാങ്കിൾ ഒന്ന് നോക്കട്ടെ. യെസ്, ഇതൊരു ട്രയാങ്കിൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ അബവ് ഓർ ബിലോ മാത്രമേ എന്തെങ്കിലും ഒരു മൂവ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിൽ യെസ്റ്റർഡേ ഈ ഒരു റെഡ് ക്യാൻഡിൽ അതിൻ്റെ അകത്താണ് ഇതും ഇന്നലെ ഫോം ആയത്, ഇന്നും ഫോം ആയത്. സോ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആണ്. ബിലോ നമ്മളെ ലെവലാണ്. ഞാൻ ഇതൊക്കെ ഈ ലെവൽസൊക്കെ എല്ലാം പഴയ ലെവൽസ് തന്നെയാണ്, മാറ്റം ഇത് വളർത്തിയിട്ടില്ല. കാരണം നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്നില്ല, മൂവ് ഒന്നും കിട്ടുന്നില്ലല്ലോ. മൂവ് കിട്ടിയാലല്ലോ നമുക്ക് എന്തെങ്കിലും. പക്ഷേ ഇനി ഓൾമോസ്റ്റ് കൺസോളിഡേഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ആക്ച്വലി ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവുമോ ഓർ ഇവിടുന്ന് ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിച്ച് താഴേക്ക് വീണ്ടും പൊട്ടുപോകുന്നതാണ്. അതാണ് നോക്കേണ്ടത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു സംതിങ് ഒരു ഡിഫറെൻറ്റ് പറയാനുള്ളത് എനിക്ക് യെസ്, ഇവിടെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ 15 മിനിറ്റ്സ് ചാർട്ടിലാണിത്. 15 മിനിറ്റ്സ് ചാർട്ടിൽ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ട്രെൻഡ് ലൈൻ നാളെ ബ്രേക്ക് ആവുകയാണെങ്കിൽ 2 ടാപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നാളെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവണമെങ്കിൽ മാത്രമേ താഴത്തെ ലെവൽ അത് സ്പീഡിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ലെവലിൽ കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു ലെവൽ വേണമെങ്കിൽ 24,890 ഈ ഒരു ലെവൽ വേണമെങ്കിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. യെസ്, ദിസ് ലെവൽ. ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ യെസ്, ഈ ലെവൽ റെഡ് ലൈൻ ഈ 24,895 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യും. പിന്നെ ഈ ട്രെൻഡ് ലൈൻ്റെ ആ സപ്പോർട്ട് അപ്പോൾ ബ്രേക്ക് ചെയ്യും. സോ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് സഡൻ ഒരു നല്ലൊരു ഫോൾ കിട്ടും ടു 24,760 ഓർ ഈ 770 നമ്മുടെ ഈ ബോക്സ്. ഓക്കെ, ഈ ബോക്സ് ഇതിൻ്റെ ലോ വരെ നമുക്ക് ഇവിടെ ശരിക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇതിന് അല്ലെങ്കിൽ ഇവിടെ ട്രാപ്പ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് കയറാൻ ചാൻസസ് ഉണ്ടാവും. ഓവറോൾ സ്ട്രക്ചർ ബുള്ളിഷാണ്. കാരണം ഇൻസൈഡ് ബാർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കുക. ഞാൻ ഫുള്ള് എൻ്റെ പ്ലേലിസ്റ്റ് കാണും. ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാവും. അതിനകത്ത് ഫുൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫുൾ ആ വീഡിയോ ഫുൾ എക്സ്പ്ലനേഷൻ. സോ അതൊന്ന് ഫുള്ള് പോയി കാണുക. പിന്നെ പ്ലേലിസ്റ്റിൽ തന്നെ ഞാൻ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുന്നേ ഒരു പവർ സ്റ്റോക്ക് ടോറൻറ്റ് പവർ എന്ന് പറഞ്ഞ സ്റ്റോക്ക് കൊടുത്തായിരുന്നു. അത് നല്ലൊരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആയിരുന്നു. അത് ഒറ്റ സിംഗിൾ ഡേ തന്നെ 18% അടിച്ചിട്ടുണ്ട്. സിംഗിൾ ഡേ തന്നെ പ്രോഫിറ്റ്. സോ അതൊക്കെ എല്ലാം ട്രാക്ക് ചെയ്യുക. നല്ല ബ്രേക്ക് സ്റ്റോക്കാണ്. ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് എങ്ങനെയാണ് സഡൻ മൂവ്മെൻറ്റ് കിട്ടും. പിന്നെ ലൂപ്പിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൂപ്പിൻ ഞാൻ ഒരു 2-3 ദിവസം മുന്നേ ആണ്, മീൻസ് ലാസ്റ്റ് വീക്ക് തന്നെ ലൂപ്പിൻ ഞാൻ കൊടുത്തത്. അധികം ആയിട്ടില്ല. അതും ഇന്ന് ഒരു 50-60 പോയിൻറ്റ്സ് സംതിങ് അത് കയറിയിട്ടുണ്ട്. ലാസ്റ്റ് 2 ഡേയ്സിൽ തന്നെ 50 പോയിൻറ്റ്സ് ആണ് എന്തോ കയറിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റോക്ക് ആയിരുന്നു. സോ അങ്ങനെ ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് നിങ്ങൾ പിടിക്കുക. അത് നന്നായിട്ട് പ്രോഫിറ്റ് തരുന്ന സ്റ്റോക്സുകളാണ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഇതിലേക്ക് വരാം, ലെവൽസിലേക്ക് വരാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നാളെ ഇനി നിഫ്റ്റി ബൈ ചാൻസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ചെയ്യണം. 25,010 അബവ് സസ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, ഒരു 25,050 കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം നിങ്ങൾ. കാരണം ചിലപ്പോൾ 25,050 ഉണ്ടല്ലോ, അവിടെ വരെ പോയിട്ട് തിരിച്ച് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അവിടെ ഫുൾ ട്രാപ്പിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് സസ്റ്റെയിൻ ആയാൽ ദെൻ അടിച്ച് കയറും. സസ്റ്റെയിൻ ആയാൽ ദെൻ പിന്നെ നമുക്ക് 24 ഈ 2 ലെവൽസ് ഉണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. 25,000 ആൻഡ് 25,050 ഈ 2 ലെവൽസിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറച്ചൊരു ട്രാപ്പിംഗ് ചാൻസസ് ഉണ്ടാവും. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് കയറും. അപ്പോൾ നമുക്ക് വീണ്ടും ബുള്ളിഷ് ട്രേഡ് എടുക്കാം. ദെൻ ഫസ്റ്റ് ടാർഗറ്റ് 25,130 ആൻഡ് ദെൻ 25,200 അതുവരെ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവൽ 24,890 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 760 വരെ ബുക്ക് ചെയ്യാം. ഓക്കെ, 760 ആകുമ്പോഴത്തേക്ക് എന്തായാലും ബുക്ക് ചെയ്ത് മാറണം. കാരണം ഇത് സപ്പോർട്ടാണ്. പിന്നെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്ന് ബൗൺസ് വന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ നമുക്കത് താഴത്തെ ലെവൽ വീണ്ടും കിട്ടാൻ പറ്റും. സോ വലിയ ചേഞ്ചസ് കാര്യങ്ങളുണ്ട്. ബട്ട് ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം, വരച്ച് വെക്കണം നിങ്ങളുടെ ചാർട്ടിൽ. പിന്നെ
കുറച്ചുകൂടി ലെവൽസ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ എക്സാക്ട്ലി അതൊരു ലെവൽസ് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ഇൻ ഇൻട്രഡേയിൽ ഞാൻ ഡെയിലി കമൻറ്റ് ചെയ്യാറുണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റ് ചെയ്ത് ഞാൻ പറയാറുണ്ട് പല ഡിഫറെൻറ്റ് ലെവൽസ്. ഇൻട്രഡേയിൽ ലെവൽസ് ആക്ച്വലി മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഗ്രൂപ്പ്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.